ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രിയ മക്കളെ നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഏകാഗ്രതയോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഒരു ഓട്ടക്കാരനായിട്ട് തന്നെ കാണുകയാ. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയും, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എബ്രായർക്ക് ലേഖനം 12:1 പറയുന്നുണ്ട്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയ മക്കളെ, ഈ മത്സര ഓട്ടം ഈ ലോകത്തിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിശ്വാസത്തിന്റെ പരിശോധനയാ. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് നാം പിന്മാറരുത്. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പ്രിയ മക്കളെ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. അതായത് ക്ഷമയും സഹിഷ്ണുതയും ഇതിന് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മെ തടസ്സപ്പെടുത്തുന്ന, അതായത് നമ്മുടെ വേഗത മന്ദമാക്കുന്ന പാപവഴികളെയൊക്കെ വിട്ടു വേണം നാം ഓടുവാൻ. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, പല വിധത്തിലൂടെ നമ്മുടെ തലമുറകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം. ഹല്ലേലൂയ. പാപത്തിന്റെ പടുകുഴിയിൽ അവർ ആഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഓടുകയാണ്. പ്രിയ മക്കളെ, അതൊക്കെ വിട്ട് ഓടിയെങ്കിൽ മാത്രമേ ദൈവസന്നിധി നമുക്ക് ഓട്ടത്തിന്റെ ഹല്ലേലൂയ വിജയം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം, അതായത് കണ്ണുകളും ജീവിതവും ഹൃദയവും എല്ലാം, അതായത് നമ്മുടെ അന്തരേന്ദ്രിയങ്ങൾ മുഴുവനും യേശുവിൽ തന്നെ പതിപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിനോട് പൂർണ്ണമായി അനുരൂപപ്പെട്ടുകൊണ്ട് വേണം നമ്മുടെ ഓട്ടം. അതുകൊണ്ടാണ് ഇതിന്റെ 3-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ വിശ്വാസം എത്രമാത്രമാണെന്ന് നോക്കണം. ഹല്ലേലൂയ. തന്റെ യേശു ക്രിസ്തുവിനുള്ള ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഹല്ലേലൂയ എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം നോക്കുമ്പോൾ അല്പസ്വല്പം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നാം ഏതോ ഉച്ചകോടിയിൽ നിൽക്കുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പ്രിയ മക്കളെ, ഇവിടെ നോക്കി എല്ലാമുള്ള പൗലോസ് അപ്പോസ്തലൻ പറയാ, ക്രിസ്തു നിമിത്തം ഞാൻ എല്ലാം ചപ്പും ചവറും എന്നെണ്ണുന്നു. നോക്കൂ, ക്രിസ്തുവിനോട് പൂർണ്ണമായി അനുരൂപപ്പെട്ടത് കൊണ്ട് തൻ്റെ ആത്യന്തിക രക്ഷ, മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം എന്നിവ നേടുന്നതിന് തൻ്റെ സർവശക്തി ഉപയോഗിച്ച് പൗലോസ് അപ്പോസ്തലൻ തീവ്രമായി ശ്രമിക്കുക. ഹല്ലേലൂയ. എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിയിട്ട് അത് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം കൊണ്ട് പ്രിയ മക്കളെ, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ സ്വർഗീയ മഹത്വത്തിന്റെ ഭാഗിക ദർശനം പ്രാപിച്ചിരുന്നെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
അതായത് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4:8 പറയുന്നുണ്ട്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ കർത്താവിനോടും തന്നിൽ പരമേൽപ്പിക്കപ്പെട്ട സുവിശേഷത്തോടും പൗലോസ് അപ്പോസ്തലൻ വിശ്വസ്തനായി നിലകൊണ്ടതിനാൽ ദൈവത്തിന്റെ സ്നേഹപൂർണമായ അധികാരവും, അതായത് ആ നീതിയുടെ കിരീടവും സ്വർഗത്തിൽ തന്നെ കാത്തിരിക്കുകയാണെന്ന് ഹല്ലേലൂയ തന്നോട് തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നീതിയിൽ വിശ്വാസം കാക്കുന്ന എല്ലാവർക്കുമായി ദൈവം സ്വർഗത്തിൽ പ്രതിഫലം കരുതിയിരിക്കുക. ഹല്ലേലൂയ. ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ, ആ പ്രതിഫലം പ്രാപിക്കുവാൻ നാമും ഒരുക്കത്തോട് ആയിരിക്കണം. ഹല്ലേലൂയ. അതായത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10 പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, തക്കവണ്ണം പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രിയ മക്കളെ, നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഹല്ലേലൂയ ആ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഹല്ലേലൂയ വിശുദ്ധിയുള്ളതായി, കർത്താവിന് പ്രിയമുള്ളവരായി നാം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതായത് നമ്മുടെ സമർപ്പണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ലൗകിക ചിന്തകള്, ധനം, അതായത് ദുഷ്ട ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ളതിനെല്ലാം തടസ്സങ്ങളെയും പ്രലോഭനങ്ങളെയൊക്കെ നമ്മളെ അഭിമുഖീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇന്ന് നമുക്കറിയാം എത്രമാത്രം ഹല്ലേലൂയ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നേരിടുന്ന അനുഭവങ്ങൾ, പാപത്തിന്റെ വഴികളാണ് ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്നത്. നാം ഹല്ലേലൂയ ഈ ദിവസങ്ങൾ പല വിധത്തിൽ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് ഇതാണല്ലോ പ്രിയ മക്കളെ. ഹല്ലേലൂയ മക്കൾക്ക് ഹല്ലേലൂയ മാതാപിതാക്കളെ കണ്ടുകൂടാ, മാതാപിതാക്കൾക്ക് തന്റെ മക്കളെ ഇഷ്ടപ്പെടുന്നില്ല, പല തരത്തിലൂടെ ഹല്ലേലൂയ രക്തബന്ധങ്ങളെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന ആ ലൗകിക ചിന്തകൾ, ധനത്തിനോടുള്ള ചിന്തകൾ, യേശുവിന്റെ നാമത്തിൽ അതൊക്കെ നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയ്ക്ക് ഹല്ലേലൂയ അവകാശികളായി തീരുവാൻ ഇടയായി തീരൂ. ലൂക്കോസ് സുവിശേഷം 8:14 പറയുന്നുണ്ട്, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും അത് പല വിധത്തിൽ ഹല്ലേലൂയ ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ഹല്ലേലൂയ പല ചിന്തകൾ ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, യേശുവിന് ഗിതമില്ലാത്ത എല്ലാ ചിന്താഗതികളും നമ്മിൽ നിന്ന് അകറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലനെ പോലെ ഹല്ലേലൂയ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് നാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. അതായത് ഈ ദുഷ്ടലോകവും ആ പിമ്പിലുള്ളതിനെയൊക്കെ മറന്ന് പ്രിയ മക്കളെ, പാപം നിറഞ്ഞ പഴയ ജീവിതമൊക്കെ പൂർണ്ണമായി വിട്ട് ക്രിസ്തുവിന്റെ ആ രക്ഷയ്ക്ക് വേണ്ടി മുമ്പിലുള്ളതിനായി ആയിരുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നിലുള്ള പാപ ചിന്താഗതികളെല്ലാം എന്നിൽ നിന്ന് നീക്കണമേ. കർത്താവിനായി ജീവിപ്പാൻ ഇനിയുള്ള ദിവസങ്ങൾ കർത്താവ് എത്ര നാൾ തരുന്നോ അത് അപ്പന് വേണ്ടി ജീവിപ്പാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന് കൊള്ളാകുന്ന ആയുധങ്ങളാക്കി നമ്മളെ മാറ്റും. അപ്പന് പണിയപ്പെടുന്നവരാക്കി നമ്മളെ എടുക്കും. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ഹല്ലേലൂയ നിത്യതയ്ക്ക് അവകാശികളായി ഹല്ലേലൂയ ആ കിരീടം പ്രാപിപ്പാൻ, ആ വാടാത്ത കിരീടം പ്രാപിപ്പാൻ, പ്രതിഫലം കിട്ടുമ്പോൾ ഹല്ലേലൂയ അതിന് അവകാശികളായി നമുക്കുമായി തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും യേശുവിന് ഗിതമില്ലാത്ത എല്ലാ ചിന്താഗതികളും വിട്ട് അപ്പനിലേക്ക് ഓടുവാൻ, അപ്പന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കിരീടം പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന്
ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.